നമ്മൾ ഇന്നും പ്രതീക്ഷിച്ചതാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടുമെന്ന്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ വാക്ക് കീറച്ചാക്കിൻ്റെ വില പോലുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അമിത്ഷാ പറഞ്ഞത് പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നാണ്. പക്ഷെ ഇന്നും പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ജാമ്യത്തെ എതിർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കേരളത്തിലെ എം പിമാരെല്ലാവരും ചെന്ന് അമിത്ഷായെ കണ്ടതാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ജാമ്യ അപേക്ഷയെ എതിർക്കില്ല, പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നാണ്. പക്ഷെ ഇന്നും എതിർത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ജാമ്യത്തെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താകുമെന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഈ നിയമം എന്ന് പറയുന്നത് BJPയുടെ കയ്യിൽ, ബജറംഗ് ദളിൻ്റെ കയ്യിലേക്കാണ് എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്നത്. എങ്ങനെ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഇവിടെ ഭരണഘടന അനുവദിച്ച് തന്നിട്ടുള്ള അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത്. എല്ലാവരും, നമ്മളെല്ലാവരും ഇന്ന് ഭരണഘടനയെ തന്നെ ഇവർ തടങ്കലിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള തീരുമാനം നിരാശാജനകമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കിന് ഒരു വിലയുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ കന്യാസ്ത്രീകൾക്ക് ഇന്നും ജാമ്യം കിട്ടിയ 8ാമത്തെ ദിവസമാകാൻ പോവുകയാണ്. ഇവരെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു ന്യായവുമില്ലാത്തൊരു കാര്യത്തിലാണ് ഇവരെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തൻ്റെ വാക്ക് പാലിക്കാൻ തയ്യാറാകണം. പ്രോസിക്യൂഷനെ എതിർത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എത്രയും പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.